ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദിവസം മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, മീകായിൽ വന്നു, ഇസ്രാഫീൽ വന്നു, അസ്റായീൽ അലൈഹിമുസ്സലാം, നാലാളുകളും വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഓ നബിയേ, നിങ്ങളെ പേരിൽ എത്ര തിരക്കുണ്ടെങ്കിലും ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്ന മോമിനില്ലേ, 10 സ്വലാത്ത് പതിവാക്കുന്ന മോമിനീങ്ങളില്ലേ, ആ മോമിനീങ്ങളെ ഞാൻ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ നല്ല മിന്നൽ വേഗതയില് അവരെ സിറാത്ത് പാലം കടക്കാൻ ഞാൻ അവർക്ക് അവസരം കൊടുക്കും നബിയേ. വേണ്ടത് വെറും 10 സ്വലാത്താണ്. അതിന് 250 രൂപ റീചാർജ് ചെയ്യേണ്ടതില്ല, നീ അത് തുറന്ന് നോക്കേണ്ടതില്ല, അതിന് നിനക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല. നീ നിസ്കരിച്ചിരിക്കുമ്പോൾ 2 സ്വലാത്ത് പതിവാക്കിക്കോ. അങ്ങനെ 5 നേരം ഒരു 2 വീതം സ്വലാത്ത് നീ അങ്ങ് പതിവാക്കിയാൽ ദിവസം ഒരു 10 സ്വലാത്ത് നീ അറിയാതെ ചൊല്ലിപ്പോയി. അതുപോലെ നിസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ഒരു 10 സ്വലാത്ത് നിന്റെ ഈമാനിന് കാരണമായ, നിന്റെ ഈമാനിന് വേണ്ടി, എന്റെ ഈമാനിന് വേണ്ടി സ്വന്തം മുൻപല്ലി വരെ സമ്മാനിച്ച ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്മരിച്ച് ഒരു 10 സ്വലാത്ത് നീ പതിവാക്കിക്കോ. ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയതൊരു 10 സ്വലാത്തെങ്കിലും ജീവിതത്തിൽ നീ പതിവാക്കിക്കോ. അത് വലിയ ഗുണകരമാണ് കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അവർക്ക് മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം കടക്കാൻ കഴിയും കേട്ടോ. റബ്ബിന്റെ പാരത്രിക ലോകം ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. വലിയ ഭയാനകരമായ ഭീതിപ്പെടേണ്ട ഒരു ലോകമാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം വിളിച്ചിട്ട് പറയുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ഒരാള് ശരീരം നിലത്തിട്ട് വലിച്ചിങ്ങനെ നരകത്തിലേക്ക് പോകുന്നു. ശരീരം മുഴുവനും മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ നിലത്തിട്ടിങ്ങനെ വലിച്ച് നരകത്തിലേക്ക് വലിച്ചേക്കുന്നത് കാണുന്നില്ലേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ സ്നേഹിക്കും, ഹബീബായ നബി തങ്ങൾ നമ്മളെ സ്നേഹിക്കും. അതെപ്പോഴാണെന്നറിയോ? ഹബീബിനെ ഓർത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. അതല്ലേ ഒരു സാഹിദായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടപ്പോ, നബിയേ എന്റെ മുഖത്ത് നോക്കുന്നില്ലല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത്, ആലിമീങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ നോക്കുമെന്നാണ്, ഞങ്ങളെ നിങ്ങൾക്കറിയുമെന്നാണ്, ഞങ്ങളെ പരിചയമുണ്ടാകുമെന്നാണ്. നബിയെ അങ്ങ് നോക്കുന്നില്ലല്ലോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആലിമീങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. എനിക്കെല്ലാവരെയും അറിയും, എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയും. അതിന് എന്റെ അറിവ് അധികരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വലാത്ത് എത്ര അധികരിപ്പിക്കുന്നുണ്ടോ അവനുമായി ഞാൻ കൂടുതൽ കണക്ഷനാണ്, അവനുമായി കൂടുതൽ ബന്ധമാണ്. ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും നീ ദീർഘായുസ് കൊടുക്കണം, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അവരുമായി ഒരു കണക്ഷൻ നമുക്കുണ്ടെന്ന് പറയുമ്പോ നമുക്ക് വലിയ ബഹുമാനമായി പോയി. നാട്ടില് വയലിനൊരു മുസ്ലിയാരെ വരുമ്പോ നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ ആളുകളെ മുമ്പിൽ നമുക്ക് വലിയ സന്തോഷമായി. അതേത് ലോകത്താണ്? എന്തും
തിരുത്താനും മാറ്റാനും മാറ്റിപ്പറയാനും അവസരമുള്ള ദുനിയാവിലെ ലോകത്ത് ഒരാള് നമ്മളോട് നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന ഒരു മന്ത്രിയോ ഒരു പണ്ഡിതനോ നമ്മളെ പേര് വിളിച്ചപ്പോ വലിയ സന്തോഷമായി അല്ലേ? ആരും കൈപിടിക്കാനില്ലാത്ത, ആരും സ്വീകരിക്കാനില്ലാത്ത, എല്ലാവരും നഫ്സി നഫ്സി, സ്വന്തം കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാകുന്ന സമയത്ത് എന്നെ എന്റെ ഹബീബിനറിയാമെന്ന് പറഞ്ഞാൽ, എന്റെ നേതാവിനറിയാമെന്ന് പറഞ്ഞാൽ, എന്റെ ഹബീബായ നബിതങ്ങൾക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ അതിലും വലിയ ബഹുമാനമെന്താ മുസ്ലിമേ? അതിലും വലിയ ആദരവെന്താ മുസ്ലിമേ? എത്ര നീ സ്വലാത്ത് അധികരിപ്പിക്കുന്നുള്ളോ അതിനനുസരിച്ച് ഹബീബായ നബിതങ്ങളുമായി നിന്റെ കണക്ഷൻ അധികരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി 10 സ്വലാത്ത് ചൊല്ലിയവനാണ് ദിവസവും. ആ 10 സ്വലാത്ത് ചൊല്ലിയതിന്റെ പരിചയമുണ്ട്. ഉമ്മമാരെ, നീ മക്കൾക്ക് കഞ്ഞി കയച്ചുമ്പോ, മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കുമ്പോ, അത്തരം ഏത് നന്മകൾ ചെയ്യുമ്പോഴും സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയ ഉമ്മമാരില്ലേ? ഹബീബായ നബിതങ്ങൾക്ക് വലിയ പരിചയമാണ്. കാരണം ദിവസവും അവന്റെ സ്വലാത്ത് കൊണ്ട് കൊടുത്ത് ഒരു മലക്ക് പറയും, നബിയേ, ഇന്നയാള് നിങ്ങൾക്ക് ചൊല്ലിയ സ്വലാത്താണ് നമ്മളെ മരണത്തിന്റെ ഡേറ്റ് അറിയുന്നു, നമുക്കത് കാരുണ്യം കിട്ടാൻ കാരണമാകുന്നു, ദുനിയാവിലും ആഖിറത്തിലും കാരണമായി പ്രവർത്തിക്കുന്നു. അനഫി ദുനിയാ നബിയുക വഫിൽ ആഖിറതി ശഫീഉക വഫിൽ ജന്നതി റഫീഖുക. ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ നബിയാണ്, ആഖിറത്തിൽ ഞാൻ നിങ്ങൾക്ക് ശുപാർശകനാണ്. വഫിൽ ജന്നതി റഫീഖുക, സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരനാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ, സ്വലാത്ത് പതിവാക്കിക്കോ, ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. ഗീബത്ത് പറയുന്ന സ്വഭാവം കൈവച്ചുവോ, കുറ്റം പറയുന്ന സ്വഭാവം കൈവച്ചുവോ. ചെറുപ്പക്കാരി, ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലിരുന്ന് കഥകൾ പറഞ്ഞ്, കഥകൾ പറയാനില്ലാതെ ബുദ്ധിമുട്ടിയിട്ട് ബസ് സ്റ്റോപ്പിലിരുന്ന് മുഖത്ത് നോക്കി അപ്പുറവും ഇപ്പുറവും നോക്കി സമയം കൊന്നുകളയുന്നതിന് പകരം എവിടെ ഇരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോ, സ്വലാത്ത് പതിവാക്കിക്കോ. ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സ്വഭാവം നിർത്തിവെച്ച് ഒന്ന് പള്ളിയിൽ കയറിയിരുന്ന് ഇത്തികാഫിന്റെ നീയത്ത് വെച്ചോ, എന്നിട്ട് കൂടെ ഇരുന്നൊരു സ്വലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിച്ചോ. ബഹുമാനപ്പെട്ട മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന, നബിയേ, അങ്ങയുടെ മേലൊരു 10 സ്വലാത്ത് പതിവാക്കിയവന് സിറാത്ത് പാലം വലിയ എളുപ്പമാണ്. അവനിക്ക് വലിയ എളുപ്പം കൊടുത്തുപോയി. അപ്പോഴല്ലേ മീകായിൽ അലൈഹിസ്സലാം പറയുന്നു, ഓ നബിയേ, അന ഉസ്ഖി മിൻ ഹൗലിക. ദാഹിച്ച് വലഞ്ഞ് ബുദ്ധിമുട്ടുന്ന സമയം ഒരു ജാനമീത സൂര്യനുദിച്ച് എല്ലാവരും ദാഹിച്ച് വലഞ്ഞ് ആര് വെള്ളം തരുമെന്ന് പ്രതീക്ഷിച്ച് എവിടെന്ന് വെള്ളം കിട്ടുമെന്ന വേദനയിൽ അതേ ഒട്ടാകെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അനൗസ്ഖീഹി മിൻ ഹൗലിക, നിങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരെ ഞങ്ങൾ മറക്കൂല നബിയേ. നിങ്ങളെ ഹൗദുൽ കൗസറിൽ നിന്ന് മീകായില് പറയുന്നു, ഞാനവരെ കുടിപ്പിക്കും നബിയേ. ദാഹിച്ച് വലയുന്ന സമയത്ത് പച്ചവെള്ളം കിട്ടിയപ്പോ നമുക്ക് കിട്ടിയ ആശ്വാസം എത്രയാ മുസ്ലിമേ. നമുക്ക് ദാഹിച്ച് വലയും ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോഴുള്ള സന്തോഷം എത്രയാ മുസ്ലിമേ. ഇതൊരു ദാഹമല്ല, ശരിയായ ദാഹം റബ്ബിന്റെ പാരത്രിക ലോകത്തുള്ള ദാഹമാണ്. ആ ദാഹം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കിട്ടണോ? അതും ഏത് വെള്ളം?
ഒരിക്കലും പിന്നെ ദാഹിക്കൂല, ഒരിക്കലും പിന്നെ വിശക്കൂല. ആ നിലക്ക് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന ഹൗദുൽ കൗസർ 10 സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയവർക്ക് ഞാൻ കുടിപ്പിക്കും നബിയേ. അപ്പോഴല്ലേ ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുന്നു, അനസ്ജുദു ലില്ലാഹി തആല, ഞാൻ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യും നബിയേ, ഞാൻ സുജൂദിലായി കിടക്കും നബിയേ, ഹത്താ യഗ്ഫിറല്ലാഹു തആല, അല്ലാഹ് അവനും പുറത്തു കൊടുത്തു എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, അവന്റെ ദോഷങ്ങളൊക്കെ പുറത്തു എന്ന് പറയുന്നത് വരെ ഹബീബായ നബിയായ അങ്ങയ്ക്ക് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി ഞാൻ സുജൂദിൽ കിടക്കും നബിയേ. അപ്പോഴാണ് എല്ലാവരും പേടിക്കുന്ന, എല്ലാവരും എപ്പോഴും പേടിക്കേണ്ട, എല്ലാവരും ബേജാറാകുന്ന സമയം, അത് മനുഷ്യന്റെ മരണത്തിന്റെ സമയമാണ്. എല്ലാവരും ഒന്നടുത്തേക്കൊന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സമയത്തിന്റെ ബഹുമാനമെന്താണ്? ആ സമയത്തിന് പറയാനുള്ള സവിശേഷത എന്താണ് അറിയണോ? ആ സമയം നിന്നെ സഹായിക്കാൻ ആരുമില്ല, ആ സമയം നിന്നെ സഹായിക്കാൻ കഴിയുന്നവരില്ല, ആ സമയം നിന്നെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മക്കൾ ഇഷ്ടപ്പെടുന്നത് ബാപ്പ വസ്ത്രം ധരിക്കുന്നതാണ്. മകൻ മരിച്ചു കിടക്കുമ്പോ ബാപ്പ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അവന് ചേരുന്ന വസ്ത്രമാണ് അവന്റെ ശരീരത്തിലുള്ളത്. ഊരാതെ കഴിയോ മുസ്ലിമേ? ബാപ്പ ഇഷ്ടപ്പെട്ടില്ല, അതേ ആയിരങ്ങളെ ചെലവഴിച്ച് വാങ്ങിയ ചെരുപ്പ് കാലിലുണ്ട്. മക്കൾ ഊരിപ്പോയി. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, മനുഷ്യന്റെ തൊണ്ടക്കുഴിയെ റൂഹെത്തുന്ന സമയം, മനുഷ്യനേറ്റവും ബേജാറാകുന്ന സമയമല്ലേ, പതറിപ്പോകുന്ന സമയമല്ലേ. റബ്ബേ, ഞങ്ങൾക്ക് ഹബീബായ നബിതങ്ങളെ പൂമുഖം കണ്ടു സ്വർഗം കണ്ടുള്ളൊരു മരണം നീ ഞങ്ങൾക്ക് ഓശാരം തരണേ അല്ലോ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് നൽകണേ അല്ലോ, ഞങ്ങളെ ഭാര്യ മക്കൾക്ക് നൽകണേ അല്ലോ, ഞങ്ങൾ ഉസ്താദുമാർക്ക് നൽകണേ അല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നന്മയുണ്ടോ, അവൻ വിജയം കൈവരിച്ചവനാണോ, അവന്റെ ഏറ്റവും വലിയ അടയാളം അവൻ മരണത്തെക്കുറിച്ച് മറക്കൂല. മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ, അവന്റെ വിജയത്തിന് ഏറ്റവും വലിയ നിധാനമാണ്, അവന്റെ വിജയത്തിന് ഏറ്റവും വലിയ കാരണമാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുന്നൊരു മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയൂല, തെറ്റിലേക്ക് നീങ്ങാൻ കഴിയൂല, തെറ്റ് ചിന്തിക്കാൻ കഴിയൂല. ഓ മുഅ്മിനായ മനുഷ്യ, ആ മരണത്തിന്റെ സമയമെത്തുമ്പോ കാവല് വേണോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തെ ഏറ്റവും കൂടുതൽ റബ്ബിന്റെ കാരുണ്യം കിട്ടിയ നേതാവല്ലേ. എല്ലാ മലക്കുകളും ഹബീബായ നബി തങ്ങളുടെ റൂഹിന് വേണ്ടി അവരൊക്കെ കാത്തുനിന്നില്ലേ. ആ ഹബീബായ നബി തങ്ങളെ ഒരു വേദനയുമില്ലാതെ റൂഹ് വിളിക്കുമ്പോ ഹബീബായ നബി തങ്ങള് വിളിച്ചു പറഞ്ഞില്ലേ, ഫാത്തിമ, മരണത്തിന് വല്ലാത്ത വേദനയാണേ മോളെ. ആ ഹബീബായ നബി തങ്ങള് പോലും
മരണത്തിന്റെ വേദനയെക്കുറിച്ച് വഫാത്തിന്റെ സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ ഉമ്മമാരെ? നമ്മളെ മരണത്തെക്കുറിച്ചും നമ്മളെ മരണത്തിന്റെ വേദനയെക്കുറിച്ചും ഓർത്ത് ഹബീബായ നബി തങ്ങൾ വഫാത്തിന്റെ സമയത്ത് കണ്ണുനീരൊഴുക്കിയില്ലേ ഉമ്മമാരെ? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഏറ്റവും വലിയ മനുഷ്യന്റെ പരാജയം അവന്റെ മരണത്തെക്കുറിച്ചുള്ള മറവിയാണ്. മരണം മറന്നുപോയോ അത് വലിയൊരു പരാജയം തന്നെ. ഓ ഈമാനുള്ള മുസ്ലിമേ, അവതേ അവസാനം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളോട് പറയുന്നു, നബിയേ, ജീവിതത്തിൽ ദിവസവും ഒരു 10 സ്വലാത്ത് അങ്ങയുടെ മേലിൽ ചൊല്ലിപ്പതിവാക്കിയ മൂമിനാണോ? അങ്ങയുടെ മേലിൽ ചൊല്ലിപ്പതിവാക്കി പഠിച്ചവനാണോ? അങ്ങയുടെ മേലിൽ ജീവിതത്തിൽ പതിവാക്കിയവനാണോ? അനൗഖബിലു റൂഹഹു, ഞാനവന്റെ റൂഹ് പിടിച്ചുപോയി. കമാ ഖബല അർവാഹുൽ അംബിയാ, അംബിയാക്കളെ റൂഹ് പിടിച്ചതുപോലെ, അംബിയാക്കളെ റൂഹ് പിടിക്കുന്നത് പോലെ പരമാവധി വേദനിപ്പിക്കാതെ അവന്റെ റൂഹ് പിടിക്കും കേട്ടോ. ഹബീബായ നബി തങ്ങളോട് മലക്കുൽ അംലാക്ക് പറഞ്ഞുപോയി, മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിച്ച് മഹ്ശറയിലെത്തിയിട്ട് ഹൗലുൽ കൗസർ കുടിച്ച് ഈമാനുള്ള മുസ്ലിമേ, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു സിറാത്ത് പാലം കടക്കുന്നതുവരെയുള്ള സർവ വിഷമമുള്ള മേഖലകളും മലക്കുകൾ ഏറ്റെടുത്തുപോയി. അതിന് ജീവിതത്തിൽ മദീനയുടെ രാജാവായ, മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ രക്തം ശരീരത്തിൽ നിന്നൊഴുക്കിയ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ഒരു 10 100 അതിലേറെയോ സ്വലാത്ത് പതിവാക്കിക്കോ. അത് നമ്മളെ ജീവിതത്തിന്റെ നിദാനമാണ്, വിജയത്തിന്റെ വഴിയാണ്. അന റഫീഖുക ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലെ നിങ്ങളെ കൂട്ടുകാരനാകുമെന്ന് വരെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. റബ്ബേ, ആ സാലിഹീങ്ങളെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതോ വലുതോ ആയ തെറ്റുകളെ കാരണത്താൽ ഞങ്ങളെ നീ നരകത്തിലെ വിറകാക്കരുതേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കൈ ഉയർത്താൻ മറ്റൊരിലാഹില്ല. നിന്നിലേക്ക് ഈ രാത്രിയിൽ കൈ ഉയർത്തി എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്ന ചിന്തയിൽ വന്ന മോമിനീങ്ങളാണ്. എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള അറിവില്ല. റബ്ബേ, വലിയ പ്രതീക്ഷയിലെത്തിയ ഞങ്ങളെ നീയൊന്ന് കബൂലാക്കണേ അല്ലാഹ്. നീയൊന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ മഖബൂലീങ്ങളായ അടിമകളിൽപ്പെടുത്താതെ ഞങ്ങൾ ഇവിടെ നിന്ന് നീ തിരിച്ചേക്കരുതേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചോ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്.
ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഉമ്മാമമാരുണ്ട്. ഈ പാവപ്പെട്ടവന്റെ ഉമ്മാമ ഈ കഴിഞ്ഞ റമളാനിൽ വിട പറഞ്ഞുപോയി. നീ ഖബറിടം സ്വർഗമാക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് വിട പറഞ്ഞ ഉമ്മാമമാര് ബാപ്പമാര് ചിലരുടെ കുടുംബങ്ങള്, ഭാര്യമാര്, ഭർത്താവ് മരിച്ചു പോയവരുണ്ട്, മക്കള് മരിച്ചു പോയവരുണ്ട്. എല്ലാവരെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മക്കളോ ഞങ്ങളെ ബാപ്പമാരോ ഏതോ കരങ്ങളോ ആറടി മണ്ണിൽ താഴ്ത്തിവെച്ച് മണ്ണിൽ നിന്ന് ജനിച്ച നിനക്ക് മണ്ണിലേക്ക് മടക്കമെന്ന് പറഞ്ഞു എല്ലാവരും തിരിച്ചു വരുന്നൊരു സമയം ഞങ്ങൾക്കുണ്ട്. ആ സമയം ഞങ്ങളെ ഖബറിൽ നീ സ്വർഗം തുറന്നു തരണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കണേ അല്ലാഹ്. സ്വർഗം കാണിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ഭയാനകരമായ നരകം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഞങ്ങളെ ഖബർ നീ നരകക്കൂടാക്കരുതേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പമാരും മാമമാരും പാപ്പമാര്, ഭാര്യ, മക്കള്, കുടുംബങ്ങൾ, ഉസ്താദുമാര്, സ്നേഹിച്ച് വയലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ഒരു മോമിനീങ്ങളെ ഖബറും നീ നരകക്കൂടാക്കരുതേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. എന്ത് തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്.